ബാർ സമയം നീട്ടിയതിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി വീണ്ടും എക്സൈസ് മന്ത്രി എം പി രാജേഷ് വന്നിരിക്കുന്നു. ഒരു വിഷയത്തിൽ നിലപാടെടുത്താൽ അത് പരസ്യമായി പറയാനുള്ള മാന്യത കാണിക്കണം. ബാറുകൾക്ക് സമയം വർദ്ധിപ്പിച്ച് നൽകുന്നതിൽ അനുകൂലമായ നിലപാട് പ്രതിപക്ഷം ഇങ്ങോട്ടാണ് അറിയിച്ചത്. LDF നിലപാടിന് അനുകൂലമാണ്. UDF നിലപാടെങ്കിൽ അത് രഹസ്യമാക്കി വെക്കേണ്ടത് എന്തിനാണ് എന്നും മന്ത്രി എം പി രാജേഷ് ചോദിക്കുന്നു. പ്രതിപക്ഷത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിഷയത്തിലൊരു നിലപാടെടുത്താൽ ആ നിലപാട് പരസ്യമായി പറയാനുള്ള സത്യസന്ധതയും മാന്യതയും ധൈര്യവും കാണിക്കണം. രഹസ്യമായിട്ടൊരു നിലപാട് പറയുക, പരസ്യമായിട്ട് പിന്നെ അതിനെ തള്ളിപ്പറയുക എന്നത് അങ്ങേയറ്റം സത്യസന്ധമല്ലാത്തൊരു നിലപാടാണ്. പ്രതിപക്ഷ നിലപാട് ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലെന്താ പ്രശ്നം? അതിലെന്താ രഹസ്യമാക്കി വെക്കേണ്ട കാര്യം എന്താ? അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അർജുൻ, എക്സൈസ് മന്ത്രി നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടാണ്, അല്ലെന്ന് പറഞ്ഞാൽ കൂടുതൽ പറയാം എന്നുള്ളതാണ്. മന്ത്രി ഇപ്പോൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും മാധു, പ്രതിപക്ഷ നേതാവിന്റെ വാദം അത് ഏത് തരത്തിലാണ്, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിൽ ആരാണ് കള്ളം പറയുന്നത്, ആരാണ് ശരി പറയുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് മന്ത്രി ഈ കാര്യങ്ങൾ, അതായത് മന്ത്രിയോട് ഈ കാര്യത്തിൽ അനുകൂല നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് എന്നുള്ള നിലപാട് തങ്ങൾക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ പോലും പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മന്ത്രി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന് LDFന്റെ നിലപാടിന് അനുകൂലമായിട്ടുള്ള നിലപാടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാം എന്ന തരത്തിൽ കാര്യങ്ങൾ അറിയിച്ചത്. അല്ലാതെ സർക്കാർ അങ്ങോട്ടേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നില്ല. ഈ ബാർ കാര്യം അതുപോലെ തന്നെ പ്രതിപക്ഷവും തമ്മിൽ സംസാരിച്ച കാര്യം എന്താണെന്ന് തങ്ങൾക്കറിയില്ല. അങ്ങനെ ബാറുകാരുമായി ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം പ്രതിപക്ഷ നേതാവ് പറയണം എന്നുള്ള കാര്യം കൂടി എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറയുന്നുണ്ട്. എന്തായാലും പരസ്യമായി ഒരു നിലപാടെടുക്കുക, രഹസ്യമായി മറ്റൊരു നിലപാട് എടുക്കുക, ഇങ്ങനെ രഹസ്യമായി എടുക്കുന്ന അല്ലെങ്കിൽ രഹസ്യമായി പറയുന്ന നിലപാട് പിന്നീട് പരസ്യമായി മാറ്റി പറയുന്ന സ്ഥിതി, ഇതൊന്നും തന്നെ ധൈര്യത്തിന്റെയും മാന്യതയുടെയും ഭാഗമല്ല. എടുത്ത നിലപാട് കൃത്യമായ രീതിയിൽ പൊതുസമൂഹത്തിന് രാജേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു വിഷയത്തിൽ നിലപാടെടുത്താൽ അത് പരസ്യമായി പറയാനുള്ള മാന്യത കാണിക്കണം മിനിമം എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.